തിരുവനന്തപുരം പാളയം കന്നിമര മാർക്കറ്റിൽ തർക്കം. പഴയ കെട്ടിടത്തിൽ നിന്ന് താൽക്കാലിക കെട്ടിടത്തിലേക്ക് മാറുന്നതിൽ വ്യാപാരികൾക്ക് എതിർപ്പ്. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാർക്കറ്റ് നവീകരിക്കുന്നു. മാർക്കറ്റിലെ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്ന നടപടികളുമായി അധികൃതർ മുന്നോട്ടു പോകുകയാണ്. നവീകരിക്കുന്നതിന്റെ ഭാഗമായി താൽക്കാലിക പുനരധിവാസ കേന്ദ്രങ്ങളിലേക്ക് മാറാൻ വ്യാപാരികളോട് അധികൃതർ ആവശ്യപ്പെട്ടു. എന്നാൽ താൽക്കാലിക കെട്ടിടത്തിലെ അസൗകര്യങ്ങൾ കാരണം വ്യാപാരികൾ ആ കെട്ടിടത്തിലേക്ക് മാറാൻ വിസമ്മതിക്കുകയാണ്. താഴോട്ട് പോയി നോക്കണം, ഒരു മറവ് പോലും ഒരു മരം പോലും ഇല്ല. അവിടെ പോയി എങ്ങനെ ഇരിക്കും? അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. മറ്റുള്ളവർക്കൊക്കെ കട കൊടുത്തു, നമുക്കൊന്നും തന്നില്ലല്ലോ. താൽക്കാലിക കെട്ടിട സമുച്ചയത്തിൽ ദുർഗന്ധം, സ്ഥലപരിമിതി, വെളിച്ചത്തിന്റെ കുറവ് എന്നിങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളാണ് ഉള്ളതെന്ന് വ്യാപാരികൾ ആരോപിക്കുന്നു. നമ്മൾ വികസനത്തിനെതിരല്ല. അവിടെ ഒരു മാലിന്യ പ്ലാന്റ് ഉണ്ട്. ആ മാലിന്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദുർഗന്ധം പിടിച്ച മാലിന്യമാണ്. ആ മാലിന്യത്തിന് ഗ്യാസ് അത്ര ഈ ബിൽഡിങ്ങിനകത്താണ് കയറി വരുന്നത്. അത് പുറത്തോട്ട് പോകാനുള്ള ഒരു വായുസഞ്ചാരം ഇല്ലാത്ത ഒരു ബിൽഡിങ്ങാണ് കെട്ടിയിട്ടിരിക്കുന്നത്. ഇതിനകത്താണ് നമ്മളെ അങ്ങോട്ട് മാറ്റാൻ വേണ്ടി ഇരിക്കുന്നത്. നമുക്ക് ആ മാലിന്യം മാറ്റി തന്നാൽ നമ്മൾ മാറാൻ തയ്യാറാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 3 ബ്ലോക്കുകളായി 3 നില കെട്ടിടങ്ങളാണ് താൽക്കാലിക കെട്ടിട സമുച്ചയത്തിലുള്ളത്. വ്യാപാരികളുടെ ആവശ്യങ്ങളൊക്കെ പരമാവധി ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പാളയം ഏരിയ സെക്രട്ടറി വഞ്ചിയൂർ ബാബു പറയുന്നത്. വളരെ പഴക്കം ചെന്ന ഈ മാർക്കറ്റിൽ പുതിയ ഒരു സംവിധാനം വരുന്നതിന് കൂടെ നിൽക്കണം എന്നുള്ളതാണ്. അത് ഭൂരിപക്ഷം ആളുകൾക്ക് അത് മനസ്സിലായി അവരെല്ലാവരും മാറിക്കൊണ്ടിരിക്കും. 2-3 വെള്ളരിക്ക, 2-3 മാങ്ങ അതൊക്കെ കൊണ്ടുവച്ചിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെ കൈയൊഴിയാൻ പറ്റുമോ? അവരതുകൊണ്ട് ജീവിക്കുന്നവരല്ലേ, അവരും ജീവിക്കണം. അവർക്ക് വേണ്ടിയുള്ള സംവിധാനം തീർച്ചയായും ഒരുക്കും. പുതിയ കടകൾ കിട്ടുന്നതിനോടാണ് ഞങ്ങൾക്ക് താല്പര്യമെന്ന് മറ്റൊരു വ്യാപാരി കൂട്ടായ്മ പറയുന്നു. ഇത് കണ്ടോ, കോർപ്പറേഷനൊക്കെ ശരിയാക്കാതെ ഇത്രയും വേസ്റ്റ് അടിഞ്ഞുകൂടെ കിടക്കുകയും ഇതൊക്കെ മാറി പുതിയതിലോട്ട് കിട്ടുന്നതിനോടാണ് നമുക്ക് താല്പര്യം. നമ്മൾ മാറിക്കഴിയുകയും ചെയ്തു. പൊരുവെയിലത്തും കുടയും പിടിച്ചിരുന്ന് മീൻ കച്ചവടം ചെയ്യേണ്ടി വരുന്നതിന്റെ ബുദ്ധിമുട്ടുകളാണ് ഇവർ പറയുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് മാറാൻ താല്പര്യമില്ലായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ കച്ചവടം അധികം ഇല്ല. ഞങ്ങളെ അടിച്ച് ശരിയാക്കും. അവിടെ മാറാൻ പറഞ്ഞ് മാറില്ലെങ്കിൽ ഞങ്ങളെ അടിച്ചില്ലാതെയാക്കും. അതുകൊണ്ട് ഞങ്ങൾ മാറി. മാർക്കറ്റിന്റെ വികസനത്തിന് വ്യാപാരികൾ എതിരല്ല, പക്ഷേ അവരുടെ ജീവനോപാധി സംരക്ഷിക്കണമെന്നാണ് അവർക്ക് പറയാനുള്ളത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.